അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ പെരുന്നാൾ ദിനം സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്തിന് നൽകിയ രണ്ട് ആഘോഷ ദിനമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആഘോഷ ദിനമായ പെരുന്നാൾ ദിനം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷ ദിനമാണ്. ആ ആഘോഷം തന്നെ ഇബാദത്തിലൂടെ, സുന്നത്തുകളിലൂടെ ഒക്കെ നിർവഹിക്കപ്പെടേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളോടൊക്കെ പറഞ്ഞവരാണ്. അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിലൊന്നാമത്തത് കുളിക്കുക എന്നുള്ളതാണ്. പെരുന്നാൾ ദിനത്തിലെ കുളി, സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് മനസ്സിൽ കരുതി നമ്മൾ പെരുന്നാൾ ദിനത്തിലെ സുന്നത്ത് കുളി പിടിക്കുക. രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കുക. നമുക്കറിയാം, വസ്ത്രങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ള വസ്ത്രമാണ്. അപ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. മൂന്നാമത്തത് സുഗന്ധം പൂശുക. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമയത്ത് അഹ്ലുൽ ഇൽമി യസ്തഹിബൂന ത്വീബ വസ്സീനത ഫീ കുല്ലി ലൈലി. എല്ലാ പെരുന്നാൾ ദിവസവും സുഗന്ധം, അതേപോലെ തന്നെ വസ്ത്രം കൊണ്ട് നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് അലങ്കരിക്കുക. അതൊക്കെ വിവരമുള്ള ആളുകൾ, വിജ്ഞാനമുള്ള ആളുകളൊക്കെ സുന്നത്തായി തീരുന്നു എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നാലാമത് തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. പെരുന്നാൾ ദിനത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ പെരുന്നാൾ ദിനത്തിൽ തക്ബീർ ചൊല്ലുന്ന രൂപം അറഫാ ദിനത്തിലെ സുബ്ഹി മുതൽ അയ്യാം തശ്രീഖിൻ്റെ 13-ന്റെ വ്യാഴം വരെയാണ് എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലുക. അപ്പോൾ അതല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? തക്ബീർ ചൊല്ലാം. മൃഗങ്ങളെ കാണുമ്പോൾ ഒക്കെ തക്ബീർ ചൊല്ലാൻ പ്രത്യേക സുന്നത്തുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. തക്ബീർ ചൊല്ലുന്നതിനെ പറ്റി അല്ലാഹു വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പിന്നെ പെരുന്നാൾ ദിവസം നേരത്തെ പള്ളിയിലേക്ക് പോവുക. മഹാന്മാരൊക്കെ സുബഹിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പള്ളിയിലേക്ക് സ്ഥലം പിടിച്ചിരുന്നു. അപ്പോൾ നേരത്തെ പള്ളിയിലേക്ക് പോവുക. ആറാമത്തത് പെരുന്നാൾ നിസ്കാരമാണ്. പ്രത്യേകം പറയേണ്ടതില്ല, അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ഏഴാമത്തത് ഖുതുബക്ക് ശേഷം നടക്കുന്ന, ഈ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നടക്കുന്ന 2 ഖുതുബ, അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ആ ഖുതുബയിൽ പങ്കെടുക്കാതെ എണീറ്റ് പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അതുകൂടി പെരുന്നാളിൻ്റെ അമലുകളിൽ അത് പൂർണ്ണത ലഭിക്കാൻ അതുകൂടി ശ്രമിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം ഉണ്ടാക്കാതെ നിസ്കരിക്കാതിന് ശേഷമുള്ള 2 ഖുതുബ കൂടി വളരെ സശ്രദ്ധ ചിന്തിക്കുമ്പോൾ കേൾക്കുക. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ, പാവങ്ങളെ സഹായിക്കുക, പ്രയാസം ആളുകളൊക്കെ സഹായിക്കുക. 9-ാമത്തത് ആശംസകൾ നേരുക. കാണുന്നവരോടൊക്കെ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ആശംസ നേരുക. 10-ാമത്തത് ഉളിയത്ത് കർമ്മമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും സ്മരണ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. ആ സ്മരണ കൊടുക്കുന്ന ഉളിയത്ത് മഹല്ലടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുകയും, അതിൽ നടക്കുന്ന തക്ബീറുകളിലൊക്കെ പങ്കെടുക്കുകയും, അറവിലൊക്കെ പങ്കെടുക്കുകയും, ആ മഹത്തമായ ഇബാദത്തിൽ പങ്കെടുത്ത് ആ സ്മരണ നമ്മളൊക്കെ കൊടുക്കുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ഈ പെരുന്നാളിനെ ഇബാദത്തിൽ മുക്തമാക്കാൻ, ഇബാദത്തിൽ നമ്മൾ കഴിച്ചു കൂട്ടാൻ നമ്മൾ